ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കിളി കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ കിളിയുടെ കൂടും കിളിയുമാണ് കാണുന്നത്. നമ്മുടെ 2025 KSFEയുടെ മെയ് മാസത്തെ കലണ്ടറിൽ ഈ കിളിയുടെ പടം കാണിച്ചിട്ടുണ്ട്. ആ കിളിയാണിത്. ഉണ്ടോ? സെയിം കിളിയാണ്. തലയിൽ റെഡ് കളറൊക്കെ ഇട്ട്. ഇതിൽ റെഡ് കളർ മനസ്സിലാകുന്നില്ല, പക്ഷെ അതിൽ റെഡ് കളറൊക്കെ ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ട് കാണാൻ റെഡ് കളറുണ്ട്. അതിൽ 2 മുട്ടയിട്ടു. അത് ഞങ്ങൾ ക്രിസ്മസിന് അലങ്കരിച്ചപ്പോൾ അത് കുഞ്ഞുങ്ങൾ അതവിടെ നിന്ന് കൂട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പോയില്ല, അവിടെ തന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ ഇതെല്ലാം ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷവും അത് രാത്രിയായപ്പോൾ കൂട്ടി തന്നെ തിരിച്ചു വന്നു. ഞങ്ങളോർത്ത് വരില്ലായിരിക്കും, എൻ്റെ മുട്ട ഇരിക്കുന്നതുകൊണ്ട് വരുമല്ലോ. ഞങ്ങൾ ഇത്രയും അവിടെ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ ചിലപ്പോൾ വരില്ലായിരിക്കും. എന്നാലും ഞങ്ങൾ സൂക്ഷിച്ചൊക്കെയാണ് ചെയ്തത്. അതുപോലെ ഭാഗ്യത്തിന് അത് തിരിച്ച് വന്നു. നമ്മുടെ കടങ്ങൾ തുറക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കര മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ട കണ്ടോ, ലൈറ്റ് ഇടുമ്പോഴെല്ലാം അതവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. പകല് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പറന്ന് പോയി. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളെ, പക്ഷെ കൂട്ടിലേക്ക് വന്നില്ലായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും അത് കൂട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് വന്ന് അത് കൂട്ടി കയറി. ലൈറ്റ് ഓൺ ആക്കിയിട്ടും അത് പോയൊന്നുമില്ല. ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അതിൻ്റെ പൂവൻ കിളി ഉണ്ടല്ലോ, പൂവനാണോ അതിലിരിക്കണേന്നറിയില്ല, പെടയാണോ ഇരിക്കണേന്നറിയില്ല. പെടയായിരിക്കുന്നോർത്താണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പൂവൻ നമ്മൾ കൊത്താൻ ഓടിക്കും. അതിങ്ങനെ സൂക്ഷിച്ച് കണ്ണടച്ചിരിക്കണ നേരത്താണ് ചെന്ന് എടുക്കണത്. മറ്റേ അവനിങ്ങനെ അവിടെ മാറി, നമ്മളറിയില്ല അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ ഓടി എവിടെ നിന്നോ ആണെന്നറിയില്ല, കൂട് മാത്രം ശ്രദ്ധിച്ചാണ് അത് ഇരിക്കണേന്ന് തോന്നുന്നത്. നമ്മൾ ക്യാമറയിട്ട് അവിടെ നിന്ന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കയറി നിന്ന് ക്യാമറയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ശക്തിയിൽ വന്ന് നമ്മുടെ തലയുടെ സൈഡിൽ കൂടി അങ്ങ് പറന്നു പോകും. നമ്മൾ വിചാരിക്കും കൊത്തിയിട്ടില്ല, പക്ഷെ നമ്മളെ പേടിപ്പിച്ചങ്ങ് പറന്നങ്ങ് പോകും. അതാണ് അവൻ്റെ പരിപാടി. ഇതിൽ 2 കുഞ്ഞുങ്ങളുണ്ടായി. അതിലൊരു കുഞ്ഞിനെ കാക്കേന്ന് തോന്നുന്നു കൊണ്ടുപോയി. ഒരു കുഞ്ഞിനെ കിട്ടി. കണ്ടോ, അത് അതിൽ തന്നെ ഉണ്ട്, പോയിട്ടില്ല. കാക്ക ഭയങ്കര ശല്യമായിരുന്നു. കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ റാഞ്ചിക്കൊണ്ടുപോകാൻ. ഞാൻ എന്നിട്ട് അവിടെ പഴയ ഒരു കുടയൊക്കെ മറ വെച്ച് കൊടുത്ത് കാക്ക